എന്താടോ ഈ കാണിക്കുന്നത്? അത് പിന്നെ ഇവിടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതാര് തെറ്റിച്ചാലും മുഖം നോക്കാതെ ഞാൻ അവരെ പുറത്താക്കും. അത് ഞാൻ അല്ലെങ്കിൽ തന്നെ ഇയാളെ ഇവനെയൊക്കെ ഇതിനകത്ത് കയറ്റാൻ പാടില്ലാത്തതാ. പിന്നെ ഇവിടെ വരുന്നവരാരെയും ഞാൻ നിരാശരാക്കി വിടാറില്ല. എന്നുവെച്ച് സ്വന്തം വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം ഇവിടെ കാണിക്കരുത്. അത് പിന്നെ അറിയാതെ കൈയൊന്നും. അറിയാതൊന്നുമല്ല, ഞാൻ ഇവനുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി കാണും. ആ ദേഷ്യം അതാണിപ്പോ കാണിച്ചത്. ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല സാറേ. പിന്നെന്താ, ഇയാൾക്ക് വട്ടുണ്ടോ? അത് ഓ, പറഞ്ഞ പോലെ അതുണ്ടല്ലോ. അതിന് ചികിത്സയൊക്കെ കഴിഞ്ഞതാണല്ലോ. എന്താടോ, കണ്ണും തേച്ചം വീണ്ടും തന്റെ ശരീരത്തിൽ കയറിയോ? എന്താണെന്ന് അറിയില്ല സാറേ, പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു ദേഷ്യം ഇരച്ചു കയറി. അതാരോടുള്ള ദേഷ്യമാണെന്നൊക്കെ എനിക്കറിയാം. മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടോ ഇനിയെങ്കിലും. തന്റെ ഇവന്റെയൊക്കെ മനസ്സിനകത്ത് കൂടിയിരിക്കുന്ന ദുർഭൂതത്തെ പുറത്തുവിടാൻ നോക്കടോ. ഇപ്പൊ ഒരാളുടെ സഹായത്തോടെ നടക്കാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ട്, എന്നാലും നടക്കുമ്പോൾ നല്ല വേദനയുണ്ട്. കുഴപ്പമില്ല, നാളെ രാവിലെ മുതൽ പയ്യെ നടന്നു തുടങ്ങണം. അപ്പുറത്ത് കിടക്കുന്ന തന്റെ ബന്ധുവിനും ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ ഒരു കാര്യം, ജീവിതത്തിലേക്ക് രണ്ടാളും തിരിച്ചു വന്നതിന് ശേഷം നിരപരാധികളെ തല്ലാനും കൊല്ലാനും നടക്കരുത്. ശരി? എന്താ കരുണ വിളിച്ചു പറഞ്ഞത്? കണ്ണനും ലക്ഷ്മിയും കൂടി അവരുടെ കുഞ്ഞിനെയും കൂട്ടി കമലേശ്വരത്ത് എത്തിന്ന്. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇയാൾ ഇടപെട്ട കേസല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇനി നീ എന്തെങ്കിലും പറഞ്ഞാലേ പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാ നീ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിന്റെ മറ്റേ കാലം ഞാൻ തല്ലി ഓടിക്കും. നിന്നെ അടിച്ചു മടക്കി ഞാൻ ഏതെങ്കിലും മൂലയിലോട്ട് കൊണ്ടിടും. ആഹാ, അങ്ങനെയാണെങ്കിലേ ഞാൻ പറഞ്ഞു കൊടുക്കും കണ്ണനോട്. കുഞ്ഞിനെ നോക്കാൻ വന്ന സ്ത്രീയുടെ കയ്യില് വിഷപ്പൊടി കൊടുത്തുവിട്ട കാര്യം. ഓ, നീ അതും ചെയ്യോ, അതിനപ്പുറവും ചെയ്യും. അമ്മായി അച്ഛന് പിണ്ടം വെക്കാൻ വേണ്ടി ഉണ്ടായ മരുമകനാ നീ. തിരിച്ചു അങ്ങനെ തന്നെ. എന്നെ പറഞ്ഞാൽ ഞാനും പറയും. ഓള് കുറെ കിടന്ന് ചാടിയതാ, ഇനി അത് നടക്കത്തില്ല. എന്റെ അമ്മയുടെ ഇന്ന് എല്ലാം എഴുതി വാങ്ങിട്ട് അവന്റെ ഒരു സംസാരം കണ്ടില്ലേ? താനും ആ കിളവിയും കൂടെ വളർത്തി നശിപ്പിച്ചല്ലേ അവളെ. അതുകൊണ്ട് അവളെ സഹിക്കുന്നതിനെ എനിക്കിതൊന്നും തന്നാ പോരാ. കല്യാണത്തിന് 150 പവൻ തന്നിട്ടാ നിനക്ക്. അതെല്ലാം കൂടെ അവള് ലോക്കറിൽ വെച്ചാൽ എന്റെ വിശപ്പടങ്ങോ? സ്വർണ്ണം വെച്ചാൽ അവൾക്ക് ഭ്രാന്ത. എന്നാ പിന്നെ ആ 150 പവനോടെ വാങ്ങിച്ചെടുത്തിട്ട് കൊണ്ടുപോയി വിൽക്കടാ. എന്നിട്ട് നിന്റെ അക്കൗണ്ടിൽ കൊണ്ടങ്ങിട്. ഇത്രയും കാലം ജോലി ചെയ്തും ചെയ്യാതെയും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയതാണല്ലോ. എന്നിട്ട് ഇന്ന് വരെ എന്റെ മോക്ക് മനസ്സറിഞ്ഞൊരു മസാല ദോശ വാങ്ങി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലെന്ന് അവളോട് ചോദിച്ചു നോക്ക്. ഓ, ചോദിക്കാനൊന്നുമില്ല. പ്രാഗിക്കൊണ്ടേ നീ അതൊക്കെ ചെയ്യാറുള്ളൂ എന്ന് മോള് പറയാറുണ്ട്. ഓ, പെട്രോളിന് വില കൂടിയതുകൊണ്ട് ഇനി പെട്രോൾ ടാങ്കിനകത്ത് പെട്രോളിനൊപ്പം മണ്ണെണ്ണ ഒഴിക്കാനും പഠിക്കത്തില്ല. അത്രയ്ക്ക് പിശുക്കനാ നീ, മറു പിശുക്കൻ. അങ്ങനെ പിശുക്കുന്നോണ്ടേ 10 കാശ് കയ്യിലുണ്ട്. ഓ, ഇയാള് കേസൊക്കെ നടത്തി കഴിഞ്ഞാലേ പിന്നെ കാലണ ഇയാളുടെ കയ്യിൽ കാണത്തില്ല. അപ്പൊ പിന്നെ ജീവിക്കാൻ ഈ പിശിക്ക മുതലേ ഉണ്ടാവത്തുള്ളൂ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ. എന്നെ കൊണ്ട് പറയിപ്പിക്കണതാ. മിണ്ടായിരിക്കടാ അവിടെ. താൻ പോടോ.